സർവകലാശാലകളിൽ സ്പ്രിംഗ്ലർ മോഡൽ ഡാറ്റ തട്ടിപ്പ്. കരിമ്പട്ടികയിൽപ്പെട്ട സോഫ്റ്റ്വെയർ കമ്പനിക്ക് 10 ലക്ഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഡാറ്റ കൈമാറുന്നു. UDFിൻ്റെ കാലത്ത് ആരംഭിച്ച അസാപ്പ് എന്ന സ്ഥാപനത്തെ 2021 കമ്പനി ആക്കിയത് ഡാറ്റ തട്ടിപ്പിന് കളമൊരുക്കാൻ വേണ്ടിയാണ്. അസാപ്പ് ഇടനിലക്കാരൻ ഡാറ്റ കൈമാറുന്നത് ടെൻഡറിൽ പങ്കെടുക്കാത്ത MKCL-നാണ്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, സർവകലാശാലകളിലും സ്പ്രിംഗ്ലർ മോഡൽ ഒരു ഡാറ്റ തട്ടിപ്പാണ്. കരിമ്പട്ടികയിൽപ്പെട്ട സോഫ്റ്റ്വെയർ കമ്പനിക്ക് 10 ലക്ഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഡാറ്റയാണ് കൈമാറുന്നതല്ലേ? നിഖിലെ, അത് തന്നെയാണ്. സ്പ്രിംഗ്ലർ മോഡൽ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, സമാനമായി വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ സാരാംശം എന്നുള്ളതാണ്. ഇതിൽ സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അറിവോടെയാണ് ഏകദേശം 10 ലക്ഷത്തിലധികം വരുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഡേറ്റകൾ വഴിവിട്ട് ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് പോകാനൊരുങ്ങുന്നത്. മഹാരാഷ്ട്ര നോളേജ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന പേരിൽ MKCL എന്ന കമ്പനിക്കാണ് ഇത്തരത്തിൽ 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറാനായി സർക്കാർ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ എല്ലാ രീതിയിലുള്ള ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു കരാറാണ് ഇതിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചില കരാറുകൾ സംസ്ഥാന സർക്കാർ നടത്തുകയാണെങ്കിൽ അത് എല്ലാ രീതിയിലും ടെൻഡർ അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ച് വേണം. പക്ഷേ ഒരു കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയാണ്. നാഗ്പൂർ, മുംബൈ അടക്കമുള്ള ചില സർവകലാശാലകളിൽ കരിമ്പട്ടികയിൽ പെടുത്തി അവരുടെ സേവനം അവസാനിപ്പിച്ച ഒരു കമ്പനിയെയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഏറ്റവും വിശ്വസ്തനായി വിശ്വസിക്കുകയും ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഡേറ്റകൾ കൈമാറാനായി തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏകദേശം 2011 കാലഘട്ടം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് UDF സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന അസാപ്പ് എന്ന പാഠ്യരീതി, ആ രീതിയെയും മറയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ പഠന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒപ്പം തന്നെ പരീക്ഷ നടത്തിയപ്പോൾ മൂല്യനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ ഒറ്റ ലേബലിൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിന് കീഴിലേക്ക് കൊണ്ടുവരാനായി KREAP എന്ന് പറയുന്ന ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായി അല്ലെങ്കിൽ അത് നിർമ്മിച്ച് മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ ഒരുങ്ങിയത്. ഈ അസാപ്പിന്റെ കീഴിൽ KREAP എന്ന പേരിലായിരിക്കും ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക. അത് MKCL എന്ന് പറയുന്ന ഈ കമ്പനിയുടെ കീഴിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ കരാറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അറിവോടുകൂടി, മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ ചില സമിതികളടക്കം മുന്നോട്ട് വെച്ച ശുപാർശകളുടെ കൂടി അടിസ്ഥാനത്തിൽ കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിവോടുകൂടി ഇത്തരത്തിലൊരു കരാർ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നടപടികളിലേക്കും കരാറുകളിലേക്കും ഒക്കെ വരുമ്പോൾ ടെൻഡർ നടപടികൾ വിളിക്കാറുണ്ട്. അതിൽ ടെൻഡർ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുക. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഒരു ടെൻഡർ നടപടികളും ഒപ്പം തന്നെ NEP ആക്ട് അടക്കമുള്ള കാര്യങ്ങളും പാലിക്കാതെയാണ് എല്ലാ രീതിയിലുള്ള ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് വിവിധ സർവകലാശാലകളിലെ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ ഏകദേശം 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറാൻ പോകുന്നത്. ഇവരുടെ മൂല്യനിർണ്ണയം, ഇവരുടെ പരീക്ഷാ രേഖകൾ, ഒപ്പം തന്നെ വ്യക്തിഗത രേഖകൾ അടക്കമുള്ളവ ഈ സ്വകാര്യ കമ്പനിക്ക് വിൽക്കാൻ പോവുകയാണ്. ഒരുപക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെട്ട സ്പ്രിംഗ്ലർ അഴിമതി വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദമാവുകയും സംസ്ഥാന സർക്കാർ അത് വലിയ രീതിയിൽ ദോഷമായ ഒരു സാഹചര്യം നിലനിൽപ്പുണ്ട്. ഇതിനിടയിൽ ആ കേസ് ഹൈക്കോടതിയിലടക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സമാന്തരമായി മറ്റൊരു തട്ടിപ്പ് കൂടി അല്ലെങ്കിൽ മറ്റൊരു അഴിമതി കൂടി മറ്റൊരു വകുപ്പിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത്. അതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധവും ശക്തമാവുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഒപ്പം തന്നെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർക്കും ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വിദഗ്ധരടക്കം പരാതിയും നൽകാൻ ഒരുങ്ങുകയാണ്. നിഖിൽ. ശരി ശാലിനി, സർവകലാശാലകളിൽ സ്പ്രിംഗ്ലർ മോഡൽ തട്ടിപ്പ്. കരിമ്പട്ടികയിൽപ്പെട്ട സോഫ്റ്റ്വെയർ കമ്പനിക്ക് 10 ലക്ഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഡേറ്റയാണ് കൈമാറുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.